മൂന്നാം ദിവസ നഗരജീവിത കിടപ്പുകളിൽ അല്പം കറി വെക്കാൻ മേടിച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് തൈര്, അല്പം പച്ചക്കറികൾ. അടുത്ത് ചെറിയൊരു കടയുണ്ട്, ആ കടയിൽ പോയി മേടിച്ചാണ്. ഇനി സാമ്പാറും തൈര് പച്ചടിയും കൂടെ വെക്കാം. ഓക്കെ, അപ്പം ബൈ, നമുക്ക് വണ്ടിയിലോട്ട് പോവാം. ആയിക്കോട്ടെ. വെള്ളം വണ്ടിക്കാർ അരമണിക്കൂറിനാവും വരുമെന്നാണ് പറഞ്ഞത്. അതെ, നമുക്ക് വെള്ളമില്ല. വെള്ളം ഈ നമ്മൾ കാണുന്ന പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ വെള്ളം ഇവിടെ കിട്ടുകയില്ല, കാശ് കൊടുത്ത് മേടിക്കണം. എത്ര രൂപയാ ഒരു ക്യാന്? ഒരു ക്യാനിന് 30 രൂപ. 30 രൂപ. അവരിപ്പം നമ്മോട് പറഞ്ഞ അരമണിക്കൂറിനകം തിരിച്ചു വരുമെന്നാണ്. അതെ. നമുക്കത് മേടിച്ച് കറിയും. ഇത് കണ്ടോ ഭായി, നമ്മുടെ പുറകിലൊരു പട്ടി കൂടിയിട്ടുണ്ട്. നമ്മളെവിടെ പോയാലും പട്ടി ഉണ്ടല്ലോ ഭായി കൂടെ. ഈ സാധനം മേടിച്ച് എന്തോ തിന്നാനുള്ളതും കണ്ടോ ഭായി. അതെ, അത് നോക്കി അത് വരുന്നത്. ഇവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. അതെ, വണ്ടിക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. ഇവരുടെ ലൊക്കാലിറ്റിയാണ്. ഇവർ ഈ ലൊക്കാലിറ്റിയിൽ ഇവർ പോവുകയില്ല. അതെ. ഇവിടെ എല്ലാം അടയാളപ്പെടുത്തി ഇവിടെ നമ്മൾ കൊടുക്കുന്ന കറികളും ചോറുകളും ഒക്കെ തിന്ന് അതെ ഇങ്ങനെ കഴിഞ്ഞു കൂടുക ഇവര്. അതെ. ഇന്നലെ രാത്രി ഒരു 3 കേരള വണ്ടി ലോഡായി പോയിട്ടുണ്ട്. കുറച്ച് അണ്ണൻ വണ്ടികളും, മഹാരാഷ്ട്ര വണ്ടി, കർണാടക വണ്ടി, രാജസ്ഥാൻ വണ്ടി വന്നിട്ടുണ്ട്. അവർ ലോഡ് പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. നമുക്ക് ഇന്നാവുന്നു പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ, നമുക്കെന്നാ പോയേക്കാം. എന്നാൽ വണ്ടിയിലോട്ട് പോകും. നമുക്ക് പോയി ഇതൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ലോഡാകുന്നതിന് മുമ്പ് കറിയൊക്കെ ഉണ്ടാക്കിയാലേ. ചോറ് നമ്മൾ രാവിലെ വെച്ചേക്കുക. പിന്നെ നമ്മുടെ ബാത്റൂമുകളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കാണിക്കണം എല്ലാവരെയും. അതെ. പാർക്കിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല. ഈ ഫെസിലിറ്റിയെ നമുക്കിവിടെ കിട്ടുകയുള്ളൂ. നമ്മൾ അതിനോട് യോജിച്ച് പോകണം. കഴിച്ചാൽ നമ്മൾ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏത് ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണം കഴിക്കുക എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചോറും കറിയും വേണമെന്ന് നിർബന്ധം പിടിക്കില്ല. അവിടെ ചിലപ്പം പൂരി ഭാജിയാണ് കിട്ടുന്നെങ്കിൽ പൂരി ഭാജി കഴിക്കുക. അവിടുത്തെ ചായ, ചെറിയ കപ്പ് ചായ ആണെങ്കിൽ. അതെ, നമ്മുടെ വണ്ടിക്കകത്ത് ഈ സ്റ്റൗവും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെച്ച് കഴിക്കാം. അപ്പം നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാം. ഇപ്പം കടയിൽ കിട്ടുന്ന എന്താ ബടാപ്പാവും കാര്യങ്ങളും ഒക്കെ അല്ലേ കിട്ടും. അത് നമ്മളാ കഴിക്കുക ഭായി. അതിനോട് നമ്മൾ യോജിക്കാന്നേ ഉള്ളൂ ഭായി. എന്നാൽ നമുക്ക് സമയം കളയണ്ട, നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് നോക്കിയേക്കാം. അതെ. ടയറൊക്കെ ശോകമാണ്. കുഴപ്പമില്ല, ഇത് ടയറും കുഴപ്പമില്ല. നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം. അതെ. രാവിലെ അപ്പം ചോറ് വെച്ചു. അതെ. കറി വെച്ചു, സാമ്പാർ, ബായിയുടെ പച്ചടി. അതെ. വെള്ളം എടുത്തു. പിന്നെ അടുത്ത ടൗൺ വരെ പോയി ബായി കറി സെറ്റ് ചെയ്തപ്പം ഞാൻ ടൗണിൽ പോയി ബെൽറ്റ് മേടിച്ചു. 5 ബെൽറ്റ്. നമുക്ക് ബെൽറ്റ് ഇല്ലായിരുന്നു. അഹമ്മദ് നഗറിലും ബെൽറ്റ് കിട്ടും കേട്ടോ ബായി. ഇവിടുന്ന് ഒരു അധികം ഇല്ല ബായി. ആ മുന്നോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടൗണാണേ. ആ ടൗണിൽ ബെൽറ്റ്, തുണികളെ എല്ലാം കിട്ടും ബായി. ഏത് ടൗണാണ് അത്? ആ ടൗണിന്റെ പേര് നഗറിലെ എന്തോ ഒരു ടൗണാണ്. അതിന്റെ പേരെന്ന് ചോദിച്ചാൽ ഒരു ഓട്ടോറിക്ഷക്കാര് 2 പേരുണ്ടായിരുന്നേ. അവർക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അവരെന്തോ ഒരു പേര് പറഞ്ഞു, സിഡി ഗാവോ എന്താണ്ടൊരു ഗാവാന്ന് പറഞ്ഞു. ബെൽറ്റിന് എന്നാ വില? ഒരെണ്ണത്തിന് 500 രൂപ വിലയായി പോയി. 500 രൂപ വെച്ചിട്ട് അവർ 550 രൂപ ഓട്ടോറിക്ഷ കൂലിയും കഴിച്ചു. അത്രയാവുമെന്ന് പറഞ്ഞു. നമുക്ക് ഈ ബെൽറ്റ് ഇല്ലാതെ ഈ സവാളയൊക്കെ ലോഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? തള്ളിപ്പോകും. എന്നാലും നമുക്കിത് അത്യാവശ്യം. നമുക്ക് ഫ്ലൈവുഡ് ഒക്കെ കയറ്റുമ്പോഴും 6 ബെൽറ്റ് വേണം. ഹൈടെക് ബോഡി ആണെങ്കിൽ കുഴപ്പമില്ല ഭായി. അതെ. നമ്മുടെ ഹൈടെക് ബോഡി ആണെങ്കിൽ കേരളത്തിലുള്ള യൂണിയൻകാര് പ്രശ്നം അവരെ ഇറക്കത്തില്ല. അതെ, നമുക്ക് ഈ ക്യാബിന്റെ ബോഡി നിരപ്പിൽ നിന്ന് ഒരു ചെറിയ പൊക്കം, ഒരു അരപ്പൊക്കത്തിന് താഴെയുള്ള ബോഡികളല്ലേ നമ്മുടെ എല്ലാം. അതെ. അപ്പം ഹൈടെക് ബോഡി ഇല്ല നമ്മുടെ വണ്ടിക്ക്. അതെ. അപ്പം നമുക്ക് ബെൽറ്റ് ആവശ്യമാണ്. ബെൽറ്റ് റെഡി ആയിട്ടുണ്ട്. ലോഡിന്റെ കാര്യം ഇന്നത്തെ 3-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസമാണ്. ഇപ്പൊ ഇന്നത്തെ കാര്യവും നമുക്ക് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ചോറ് കഴിച്ചിട്ട് ഓഫീസിലോട്ട് പോകാം. എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് ചോദിക്കാം. നമ്മൾ ഇവിടെ ഇരുന്നാലേ ചിലപ്പം പണിയാവും. ചോറുണ്ട് കഴിഞ്ഞ് വയറ് നിറഞ്ഞ പോലെ ഒരു പാത്രം ഒന്ന് കഴുകട്ടെ ഭായി. പാത്രമൊക്കെ കഴുകുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക.
ഭായി അത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഏകദേശം ഒരു 2007 ശേഷമായി ഈ ലോറി ഫീൽഡ് തുടങ്ങുന്നത്. ഈ ലോറി ഫീൽഡ് തുടങ്ങും ചില ആൾക്കാരുണ്ടല്ലോ ലോറിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാത്ത കുറെ ആൾക്കാർ ഇങ്ങോട്ട് വണ്ടിയെ വരുവേ. അപ്പം നമ്മൾ പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്, പല സ്ഥാപനങ്ങളിലേ. അപ്പം അവിടെ ചില ആൾക്കാർ ഈ വണ്ടിയെ വരും, അവർക്ക് ഇതിനെപ്പറ്റിയും ഇന്ത്യ മൊത്തം യാത്ര ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നത് മൊത്തം എനിക്കറിയാം. ബോംബെയിൽ എനിക്ക് അമ്മയുടെ വീടുണ്ട്, അവിടെ അമ്മാവന്റെ വീടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ കഥ ഇങ്ങോട്ട് ഉണ്ടാക്കും. ഏകദേശം ബോംബെ എടുക്കാറാകുമ്പോ അവൻ വാ വിളിച്ചിരിക്കും. പിന്നെ അവൻ അങ്ങോട്ട് ഒരു ട്രിപ്പ് അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അവൻ വലിയ സാറാ. പിന്നെ അവൻ ഭയങ്കര ഫാരണമാവും. പിന്നെ നമ്മളെ ഒരു പണി ചെയ്യത്തില്ല അവൻ. ഈ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഇരുന്നേച്ച് ഇങ്ങോട്ട് എടുത്തേ, എന്റെ അതല്ലേ ഇങ്ങോട്ട് എടുക്ക്, ഇതിങ്ങോട്ട് എടുക്ക്. അപ്പൊ ഞാൻ കുറച്ചു നേരം എല്ലാം കേട്ട് വരും, ബായിക്ക് എടുക്കണ ബായി തന്നെ അങ്ങ് എടുക്കാൻ പറയും. അങ്ങനെ കറിയൊക്കെ അടച്ചു വെക്കണ്ടേ? അടച്ചു വെക്കാൻ ബായി. അപ്പൊ ബായി ഇത് കഴുകാനുണ്ട്, ബായി ഈ തവികൾ കഴുകാനുണ്ട്. അങ്ങനെ ലോജിക്കില്ലാത്ത ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബായി കേട്ടോ. ഈ ഡ്രൈവർ ഓടുമ്പം സ്നേഹിച്ച് മുന്നോട്ട് പോയാലേ ഫീൽഡ് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ എല്ലാത്തിനും തേങ്ങന്ന് പറഞ്ഞ ഓടിക്കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോവുക. ഓടാൻ ആരും കാണുകയല്ലേ ഉള്ളൂ, കൂട്ടത്തിൽ വരാൻ. ഇന്നിപ്പം വണ്ടി ഏത് മറ്റ് ഒരുത്തന്നെ ഒരു കണ്ടമാനം ഒരാളെ ടോർച്ചർ ചെയ്യുമ്പം അയാള് പരിപാടി നടത്തി കളം പെടും. അവസാനം അവൻ ഒറ്റയ്ക്ക് അങ്ങനെ ഡ്രൈവർമാരൊക്കെ എനിക്കറിയാവുന്നവരൊക്കെ തെണ്ടി കണക്കുക പോയി. ഇപ്പൊ തെണ്ടി കണക്കാന്ന് ഉദ്ദേശിച്ചത് അവരുടെ കൂട്ടത്തിൽ പോകാൻ ആളില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാന് ഒത്തിരി ചിന്തിച്ച ശേഷമാണ് തീരുമാനമെടുത്ത് ഞാനിപ്പോ ഇങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അധികം താമസിക്കാതെ നമ്മൾ ഈ ഫീൽഡിൽ വിടുമ്പോയി ഈ ഫീൽഡുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും പരിപാടി നോക്കി നമ്മളൊന്ന് മാറും. നമുക്ക് കുറച്ച് പരിപാടികൾ അറിയാം, അത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനാണ് കഴിവതും. ഒരു വണ്ടി വന്നാൽ വണ്ടിയുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തമായി നോക്കി യാത്ര തുടരുക എന്നുള്ളതാണ്. അതല്ലേ ഭായി അതിന്റെ ശരിയായ അവസ്ഥ. യഥാർത്ഥ ലോറി ലൈഫ് അതാ ഭായി. വെള്ളം നല്ല വെള്ളമാണല്ലേ? അതുപോലെ തന്നെ നഷ്ടമില്ല. 2 ക്യാൻ വെള്ളം. അത് ക്യാനകത്തിലല്ലായിരുന്നേ, മറ്റേ ഇവരുടെ ആ ടാങ്ക് ഉണ്ടല്ലോ, അതിനകത്ത് എന്തോ പൈപ്പ് കണക്ട് ചെയ്തിട്ട് തരുമായിരുന്നു വെള്ളം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവന്മാർ നമ്മുടെ വണ്ടിക്കുള്ളിൽ വരെ കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ അങ്ങനെ 60 രൂപ വെള്ളത്തിന് കാശ് കൊടുക്കാതെ കിട്ടുകയില്ല. എല്ലാത്തിനും പൈസയായി ഇവിടെ. വെള്ളത്തിന് പൈസ, നമ്മള് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇവിടെ പൈസ ഇല്ല. ചിലയിടത്ത് അതിന് പൈസ കൊടുക്കണം, കുളിക്കാൻ പൈസ കൊടുക്കണം. പിന്നെ ചുമ്മാ കൊണ്ട് വണ്ടി ചിലപ്പം കൊണ്ട് ഞാൻ റോഡ് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് ആരെങ്കിലും വന്ന് 100 രൂപ മേടിക്കും. അവൻ പറയും ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നൊക്കെ പറയും. അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം താണ്ട റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് പൊരുത്തം വന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ സ്ഥലമായി, അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യണം 100 രൂപ അവന് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാ ഭായി ഉച്ചക്കത്തേക്ക് ഞങ്ങളുടെ കറി സാമ്പാർ, പച്ചടി, ചോറ്. കൂട്ടുവണ്ടി വന്ന സഹോദരനാ കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചാ ബെൽറ്റ് മേടിക്കാൻ പോയ. നിങ്ങളുടെ ബെൽറ്റിന്റെ സിസ്റ്റം ഒക്കെ പഠിച്ചാ? എവിടെ സ്ഥലം? എവിടെ? പത്തനംതിട്ട. ലോഡാവോ? ശരി. ഓക്കെ ഭായി. അത് ഊണെന്ന് പറഞ്ഞാൽ നമ്മള് ഉച്ചക്കത്തെ ഊണ് രാവിലത്തെ ഉച്ചക്കത്തെ കൂടി നമ്മളിപ്പം കഴിച്ചു. അങ്ങനെ നമുക്ക് നടക്കുള്ളൂ അല്ലേ ഭായി? 3 നേരം ഒന്നും കഴിപ്പ് നടക്കുകയില്ല. അപ്പൊ നമ്മള് ചോറും കറിയും എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ അടപ്പില്ല, അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കൂട് വെച്ചിട്ട് ഒരു വള്ളി വെച്ച് കെട്ടി അടച്ച് സെറ്റ് ചെയ്തു. അപ്പൊ ബെൽറ്റ് മേടിച്ചു. ഇതാണല്ലേ ബെൽറ്റ്? 1 നമുക്ക് ഒരെണ്ണം വണ്ടിയാ ഇരിപ്പുണ്ട്. 2 കാര്യമുള്ളൂ. 3 4 5ാമത്തെ ബെൽറ്റ്. 5 ബെൽറ്റ്. മിഷൻ സെറ്റപ്പ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലേ? ഇതോടുകൂടി ചാക്കിരിക്കട്ടെ ഭായി. ചാക്ക് അവിടെ നിന്ന് കടയിൽ നിന്ന് എടുത്തതല്ലേ? ചാക്കിരിക്കട്ടെ, നമുക്ക് എന്തേലും. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ വിലയെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ. ഇതിന്റെ വില 500 രൂപ. ഒരു പൈസ കുഴപ്പമില്ല. നമ്മുടെ വാശിയിലൊക്കെ ഇതിന് എന്നാ വിലയാവും? വാശിയിൽ മസ്റ്റിൻ വന്നല്ലോ ഒക്കെ ബോംബെയിൽ 600 രൂപ സംതിങ് ആണ് തോന്നുന്നു. വാശിയിൽ ഒരു 700 രൂപയാണെന്ന് തോന്നുന്നു ഇതിന്റെ വില. അതെ അതെ. ഇത് നമുക്ക് കറക്റ്റ് സൈസ് ആണ്, നല്ല നീളമുള്ള ബെൽറ്റ് ആണ്. അതെ ഭായി, 10 പാഴ്സലിന് പൊക്കം ഇടാവുന്ന അവര് പറഞ്ഞത്. അതെ അതെ അതെ. അതിനുള്ള പൊക്കമുണ്ട്, നീളമുണ്ട് ബെൽറ്റ്. നമുക്ക് പിന്നെ ഒരെണ്ണം ഇതിനകത്ത് ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. 6 ബെൽറ്റ് അല്ലേ വേടുന്നത് മൊത്തത്തില്. 10 മീറ്റർ നമുക്ക് 6 ബെൽറ്റും ആയി. 10 മീറ്റർ പൊക്കം അവര്. അതെ അതെ. ഇനിയിപ്പോ പ്ലൈവുഡ് ഒക്കെ കയറ്റുമ്പോഴും വലിയ വിഷയമില്ല. നമുക്കിപ്പം 6 ബെൽറ്റ് ആയിട്ടുണ്ട്. അതെ. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക്, സബ്സ്ക്രൈബർ, കമന്റ് നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. നമസ്കാരം.